മണിക്കൂറുകൾ നീണ്ട ദൗത്യം, വലിയൊരു ദൗത്യം. ആ ദൗത്യത്തിൽ കൃത്യമായ പദ്ധതിയിലൂടെയും ആശയത്തിലൂടെയും അവർ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. വളരെ സമഗ്രമായ രക്ഷാപ്രവർത്തനം. ഒരാളെ എന്തായാലും നേരത്തെ തന്നെ ജീവനോട് ബിജുവിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മെഡിക്കലാണ് പറയേണ്ടതെങ്കിൽ പോലും മോശാവസ്ഥയിലാണ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ബീമിൻ്റെ അകത്ത് ഉൾപ്പെട്ട് കിടക്കുമായിരുന്നു. നമുക്ക് മാനുവലായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെഷീനറി ഉപയോഗിച്ചത്. പക്ഷേ എന്നാൽ സന്ധ്യയുടെ കേസിൽ നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാർ വളരെ സാഹസികമായിട്ട് അകത്ത് കയറി സ്വന്തം ജീവൻ പോലും അപകടത്തിൽ വരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ നമ്മളൊരു ജീവനെ രക്ഷപ്പെടുത്താൻ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 6 മണിക്കൂറോളം ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അവർക്ക് വലിയ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ബിജുവിൻ്റെ കേസ് അന്ന് നമ്മൾ ചെല്ലുമ്പം തന്നെ വളരെ മോശാവസ്ഥയിലായിരുന്നു. ഒരുപാട് മണിക്കൂറുകൾ എടുത്തു, ഇടിഞ്ഞ് വീഴാറായി കെട്ടിടമാണ്. അത്രമാത്രം വലിയൊരു ടാസ്ക് ആയിരുന്നു ഈ 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2 പേരെ പുറത്തെത്തിക്കാൻ വേണ്ടി. എത്രമാത്രം ഒരു ടെറൈനായിരുന്നു. നിങ്ങൾ വന്ന് കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? വളരെ മോശം അവസ്ഥയായിരുന്നു. ഇവിടെ മണ്ണിടിഞ്ഞ് വളരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് ഒരിടത്ത് കാലവർഷം ഒന്ന് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവനക്കാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അവർ വന്ന് ഒരു സമയം കളയാതെ തന്നെ വന്ന് അവർ ആ ഒരു ജീവൻ രക്ഷപ്പെട പ്രവർത്തനത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്ന ഈ അവസരത്തിൽ. ആയിരുന്നില്ല. മിഷനറീസൊക്കെ നമുക്ക് ആവശ്യത്തിന് സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഒരു മിഷനറി കൊണ്ടുപോയാൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്ക് വരുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മിഷനറി വേണ്ട, മാനുവലായിട്ട് തന്നെ ഇത്രയും സമയം നമ്മൾ പ്രവർത്തിച്ച് പൂർത്തിയാക്കിയത്. വന്ന സമയവും കുറവായിരുന്നു. പക്ഷേ സന്ധ്യയുടെ കേസിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പം ബീമിനകത്ത് അടിയിലായിരുന്നു ഇവർ 2 പേരും. ബീമുണ്ടായിരുന്നു, കട്ടിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലമാര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ജാമായി കിടന്ന അവസ്ഥയായിരുന്നു. കോൺക്രീറ്റ് വീടാണ്. അപ്പം ആ ഒരു ഭാരം മൊത്തം ഈ ഭാഗത്തേക്കായിരുന്നു വരുന്നത്. അപ്പോൾ ജീവനക്കാർ വന്നപ്പോൾ തന്നെ ഈ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജാക്കി വെച്ച് സൈഡ് ഉയർത്തി അവരെ സേഫ്റ്റി കൂടെ നോക്കിക്കൊണ്ട് ആണ് അകത്ത് കയറുന്നത്. 6, 7, 8, 10ഓളം ജീവനക്കാരകത്ത് കയറി ഈ ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹാമറൊക്കെ ഉപയോഗിച്ച് വളരെ സേഫായിട്ട് ഇവർക്ക് ആ സമയത്ത് ഫസ്റ്റ് എയ്ഡും സന്ധിക്കും കൊടുത്തുകൊണ്ടാണ് നമ്മളത് പുറത്തെടുക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ എല്ലാം നമ്മൾ വർക്ക് തീർന്നു. ഷിനോയ് കയറി ജില്ലാ ഫയർ ഓഫീസറാണ്. പിന്നെ അത്രയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.